നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ മാനസിക വിഷമങ്ങളെല്ലാം മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും നിസ്സഹായനാണ് നിന്റെ അച്ഛൻ. ജാമ്യത്തിൽ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ എനിക്ക് തോന്നുക അച്ഛാ. എല്ലാവരെയും കാണുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് സങ്കടങ്ങൾ കൂടുന്നത്. മറ്റാരുമല്ലല്ലോ നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്, നിന്റെ അമ്മയല്ലേ. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ലോകത്തുള്ള ഒരമ്മമാരും മക്കളോട് കാണിക്കുന്ന അകൽച്ചയല്ല, പിണക്കവുമല്ല. അത് അമിത സ്നേഹത്തിൽ നിന്ന് ഉണ്ടായതാണ്. എന്റെ ഭാര്യ രാജലക്ഷ്മിയെ ഞാൻ ന്യായീകരിക്കല്ല. നിന്റെ അമ്മ നീ കാണാതെ നിന്നെ നോക്കുന്നുണ്ട്, നീ അറിയാതെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏത് നേരവും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്തിനാച്ച എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? അത് ചില പ്രത്യേക മനുഷ്യരുടെ മനഃശാസ്ത്രമാണ്. പണ്ട് പടിക്ക് പുറത്താക്കിയതുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്ശ്രമം. സത്യം പറഞ്ഞാൽ ഏത് അമ്മയും മകനും തമ്മിൽ എന്നും ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് ആഴത്തിലുള്ള സ്നേഹമെന്ന് തോന്നുന്നു. നിന്റെ അമ്മ എപ്പോഴും നിന്നോട് വഴക്കിട്ടുകൊണ്ട് നിന്നെ സ്നേഹിക്കുക. വെറുതെ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അച്ഛൻ പറയുന്ന വാക്കുകളല്ലിത്. 40 കൊല്ലം നിന്റെ അമ്മയോടൊപ്പം ജീവിച്ച ആളാണ് ഞാൻ. ആ അനുഭവം വെച്ചാ ഞാനത് പറയുന്നത്. എല്ലാവരെയും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് അച്ഛാ ഞാൻ കാണുന്നത്. അമ്മയും മറ്റുള്ളവരും ഒക്കെ എനിക്ക് വേണ്ടി വേദനിക്കുന്നത് ഞാൻ സഹിക്കില്ല അച്ഛാ. നിന്റെ മനസാക്ഷിക്കറിയാമല്ലോ നിന്നിലെ നിന്നെ പറ്റി. നീ മറ്റുള്ളവർക്കൊരു ദ്രോഹവും ചെയ്യാത്തിടത്തോളം കാലം നീ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നോക്ക്, നീ ഏത് നേരവും ഇങ്ങനെ ഒരേ മനോവിചാരത്തോടിരിക്കാതെ ഇവിടെ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകാൻ നോക്ക്. ജഗദീഷിനോടും രാമഭദ്രനോടും നിന്റെ മകൾ മീനാക്ഷിയോടും ഒക്കെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ സംസാരിച്ച് മനസ്സ് ഫ്രഷാക്കാൻ നോക്ക്. അവരും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നീ സങ്കടപ്പെടുന്നത് നീ കാണാതെ ഞാൻ കാണുന്നുണ്ട്. എനിക്കും നിന്റെ അമ്മയ്ക്കും ഇപ്പോ ഒരേ ഒരു സങ്കടമേ ഉള്ളൂ. അത് നീയാണ് അച്ഛാ. നീ തിരിച്ചു പോകുമ്പോഴാണ് ആ സങ്കടം സഹിക്കാൻ വയ്യാതായി മാറുന്നത്. വിദേശത്തുള്ള മക്കൾ ലീവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മാതാപിതാക്കൾക്ക് സങ്കടമുണ്ടാവും. ഇതാ സങ്കടമല്ലല്ലോ. നീ പോകുന്നത് ഭാര്യയോടും മക്കളോടും ഒത്തല്ലല്ലോ, ജയിലിലേക്കല്ലേ. അതെ. പിന്നെ നീ പറഞ്ഞല്ലോ എല്ലാം നഷ്ടപ്പെടുകയാണെന്ന്. മോനെ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. എനിക്കറിയാം എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടു നീ ഉദ്ദേശിക്കുന്നതെന്ന്. അതൊക്കെ തിരിച്ചു കിട്ടും. ഒന്നും നഷ്ടപ്പെട്ടു നീ കരുതണ്ട. ഈശ്വരൻ വിചാരിച്ചാൽ അതൊക്കെ തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്ന് അമ്മ മനടത്തോട് മല്ലടിച്ച ദിവസം എനിക്ക് മനസ്സിലായി. ഈ അതിർത്തി ലംഘിച്ച് ഇവരെന്തിനിപ്പുറത്ത് കടന്നു? എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ആര് കൊടുത്തു? നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് മീനാക്ഷി അത് ചെയ്തതെന്ന് അവള് പറഞ്ഞില്ലേടാ? പൊടിക്കുഞ്ഞ, അതിന് പനി പകർന്നാല് എന്തു ചെയ്യും? ആ കുഞ്ഞിനെ രക്ഷിക്കല്ലേ നന്ദിനി ചെയ്തത്.
എന്നെ എല്ലാരും കൂടി രക്ഷിച്ച് എനിക്ക് മതിയായി. ഇനി എന്റെ കുഞ്ഞിനെ കൂടി രക്ഷിക്കാൻ ആരും വരണ്ട. നന്ദിനി അടുത്തോട് നീ ഇങ്ങനൊന്നും പറയരുത് മോനെ. മാതൃശാപം കിട്ടും. എന്ത് മാതൃശാപം? ഇവന്റെ അമ്മ ഞാനാ. ഞാൻ എന്തായാലും അവനെ ശപിക്കില്ല. സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന്റെ പരിസരത്തുനിന്ന് മാറി നടന്നവളാ നീ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഇവളാ ഇതിനൊക്കെ കാരണക്കാരി. കൈവീശി ഇവളുടെ കർണത്തൊന്നും കൊടുത്തില്ലെങ്കിലേ നീ പിന്നെയും പിടിപ്പ് കേട്ടവനാവും. കേട്ടോടാ കാർത്തി? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്റെ സെർവന്റും അടിമയാണെന്ന്. എന്റെ കുഞ്ഞിനെ നോക്കുക മാത്രമാ നിന്റെ ജോലി. അത് മാത്രം നീ ചെയ്താ മതി. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പ്രവർത്തിച്ചാൽ നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. നീ അവക്കിട്ട് ഞൊട്ടും. നിങ്ങളെ ബലമായിട്ടൊരു താലി ഞങ്ങളുടെ കുഞ്ഞിന്റെ പെടലിക്ക് നീ കെട്ടിയെന്നും പറഞ്ഞ് നീ ഉടമയെ ഭർത്താവൊന്നും ചമയണ്ട. നീ ഇവളെ സ്നേഹത്തോടെ ഭാര്യയായിട്ട് സ്വീകരിച്ചെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നീ ഇവളുടെ ശരീരത്ത് തൊട്ടാ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഈ കല്യാണം വരെ നീയും എനിക്ക് മകനായിരുന്നു. പക്ഷെ ആ ബന്ധമൊക്കെ ഞാനങ്ങ് മറന്നു കളയും. അതുകൊണ്ട് പൊന്നു മകനെ, ഭാര്യ പോയതിന്റെ പേരില് നിന്റെ മാനസിക നില തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ ചെറിയമ്മ അവനൊരു സൈക്കാട്രിസ്റ്റ് എടുത്ത് കൊണ്ടുപോകാം. നിന്നെ ഞങ്ങൾ സഹായിക്കാം, ചികിത്സിക്കാം. അല്ലാതെ വിരട്ടും കൊണ്ട് വന്നാലേ പോലീസ് ഉദ്യോഗമൊന്നും വേണടാ. ഞങ്ങൾക്ക് പണി പഠിപ്പിച്ചു തരും. എന്റെ ലൈഫ് തകർത്തത് ഇവളാ. മരണം വരെ ഇവളെ ഞാൻ കരയിപ്പിക്കും. ഇതെന്റെ വെല്ലുവിളിയാ. എല്ലാവരും കരുതിയിരുന്നു. കുഞ്ഞിനെ ഇങ്ങ് താമേ. എന്റെ കുഞ്ഞിന്റെ വിധി ഇതായി പോയല്ലോ എന്റെ ദൈവമേ. അയ്യോ, അവളുടെ ഒരു പൂങ്കണ്ണീര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.